എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മോശമായിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ എന്തോ നോവൽ എഴുതും പോലെയാണ് ഇരുന്നത്. എന്തൊക്കെയോ പ്രതീക്ഷ, പക്ഷെ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ആക്കി കളഞ്ഞു. എന്താണ് കഥാപരമായിട്ടാണോ പ്രശ്നം? കഥാപരമായിട്ട് വെച്ചാൽ നോവൽ കാല ലെവലിലൊക്കെ എടുത്തിരിക്കുന്നത്. ഭയങ്കരമായ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് 3D മാത്രമേ കൊള്ളാം, വേറെ ഒന്നുമില്ല പടത്തിൽ. ഭയങ്കര മോശം. പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ അപ്പുറം പെർഫോമൻസ് വൈസ് എന്താ? പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല പടത്തിൽ. ഒന്നുമില്ല. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തിയേറ്റർ മൊത്തം പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ആ ലെവലാണ് പടം, ഉറങ്ങിപ്പോയി. 3D എങ്ങനെയുണ്ടായിരുന്നു? 3D ഒക്കെ കൊള്ളാം. കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് 3D ഒക്കെ എടുത്തിട്ടുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്കും ഇഷ്ടപ്പെടണമല്ലോ, ആ ഒരു രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് പടം നന്നായിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് എന്ത് പറയാനുള്ളതൊക്കെ അവിടെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞത് നല്ലൊരു മാസ് ഹീറോ ആണ് മോഹൻലാൽ. അപ്പോൾ പുള്ളി ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പം ഏത് രീതിയിൽ ഡയറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നല്ലൊരു മാസ് പടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല മേക്കിങ് എല്ലാം ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. പടം നല്ല പടം, ഫാമിലിക്കുള്ള പക്ക ഫാമിലി. തീർച്ചയായിട്ടും 3D നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് നല്ലതായിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കുന്ന അതെ കുട്ടികളെ മീൻ കുറച്ചൊരു നാടകീയതയുണ്ട്, ബട്ട് സ്റ്റിൽ ഒരു നല്ല സിനിമയായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ സിനിമയാണ്, ഫാമിലിക്ക് പറ്റും, ഫാൻസുകാർക്ക് അത്രയ്ക്ക് പോരായിരിക്കും. 3D എങ്ങനെയുണ്ട്? ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി പക്കായിരുന്നു. ഒരു ബോളിവുഡ് സിനിമ കാണുന്ന ഒരു ലെവലായിരുന്നു. കൊള്ളാം, നല്ല സിനിമയായിരുന്നു. ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ ഓരോ സിനിമ വരേണ്ടത്. കൊള്ളാം, നല്ല സിനിമ. എങ്ങനെയുണ്ടായിരുന്നു? ഇത് നമ്മളെ മുതിർന്നവരത്തല്ല ചോദിച്ചിട്ട് കാര്യം, നല്ല കൊച്ചു പിള്ളേരെ ചോദിക്കണം. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത്. ആസ് എ ഡയറക്ടർ മോലെ നല്ലൊരു അറ്റൻഡാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നല്ലൊരു വിഷ്വൽ മേക്കിംഗ്, നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ്. 3D തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു മോനെ സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. ഇഷ്ടപ്പെട്ട 3D ഒക്കെ ഇഷ്ടപ്പെട്ട? മോഹൻലാൽ എങ്ങനെയുണ്ട്? ഒന്നും പറയുന്നില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ ഇഷ്ടപ്പെട്ടു. എല്ലാരും ചോദിച്ചപ്പോ പേടിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? അടുത്തൊക്കെ വന്നോ? അടുത്ത് ഇഷ്ടപ്പെട്ടോ? സാധനങ്ങളൊക്കെ അടുത്ത് വന്നോ? അടുത്ത് ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അടുത്ത് വന്നോ? സാധനങ്ങൾക്ക് അടുത്ത് വന്നോ? കണ്ണാടി അടുത്ത് വന്നോ? മാസ് പടം കേട്ടോ. 2.25 മണിക്കൂർ 3D ഇമേജ്. ഇങ്ങനൊരു 3D സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു 3D ഇമേജ്, ഭയങ്കര രസം. മോഹൻലാൽ എന്ന് പറയുന്നൊരു വല്ലാത്തൊരു മാസ്മരികത വീണ്ടും കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കഥയൊന്നും നോക്കരുത്, പക്ഷെ 3D എഫക്റ്റിൽ മോഹൻലാൽ ചെയ്തേക്കുന്ന സാധനം സൂപ്പർ, ഒരു രക്ഷയില്ല. 3D കാണാൻ വരും. 2.25 മണിക്കൂർ ഗംഭീര സാധനം. ലാലേട്ടൻ്റെ ഒരു ക്രിസ്മസ് സമ്മാനം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ അതോ കുട്ടികൾക്കും ഫാമിലിക്കും മൊത്തം കയറാം. ലാലേട്ടൻ നല്ലൊരു സംവിധാനം തന്നെ. ലാലേട്ടൻ സംവിധാനം നല്ല സംവിധാനം. 3D കുഴപ്പമില്ല, കൊള്ളാം. പെർഫോമൻസ് എന്ന് പറയാൻ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ലാലേട്ടൻ്റെ കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാ. മോഹൻലാലിന്റെ സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ. 3D എങ്ങനെയുണ്ടായിരുന്നു? അടുത്ത് വന്നു ഒരു പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ സിനിമ നല്ല പടം 3D എക്സ്പീരിയൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും നല്ലതായിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു നല്ല 3D സിനിമ കണ്ടിട്ടില്ല. വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. വളരെ ലോ ഒരു എക്സ്പെക്ടേഷനുമായിട്ടാണ് വന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട്. 3D എഫക്റ്റ് ഒക്കെ ഉണ്ട്. നന്നായി. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പടം. ഫാമിലി കയറും. ഇഷ്ടപ്പെട്ടോ? 3D നല്ല പടം, കൊള്ളാം. ഇഷ്ടപ്പെട്ട് പിള്ളേർക്ക് കാണാം, കൊച്ചു പിള്ളേർക്ക് കാണാൻ പറ്റിയ സിനിമ. പടം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ലാലേട്ടൻ്റെ ഡയറക്ഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് വൈസ് നല്ല ക്വാളിറ്റി പടം. 3D ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു. അത് കാണുമ്പോൾ റിവ്യൂ പറയും.
സിനിമ കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഗോവയിൽ ഷൂട്ടിംഗ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. അപ്പം അദ്ദേഹം നല്ല രീതിയിൽ എഫേർട്ടെല്ലാം ഈ സിനിമയ്ക്ക് അത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഇതെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ പിന്നെ നമ്മളൊക്കെ ആണെങ്കിൽ എത്ര വളർന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ 40 വയസ്സായി. ഇപ്പം നമുക്കൊരു ബാലനെ വീട്ടിൽ കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ വായിക്കുന്ന ഒരു ഇതാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സിനിമകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അത് തീരെ കുട്ടികൾക്കുള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തേണ്ട ഒരു ഇതൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ധാരാളം പേർക്ക് തീർച്ചയായിട്ടും വർക്കാകും. പിന്നെ എനിക്ക് പിന്നെ പലയിടത്തും ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു ഇതാണ്. അപ്പം അതിൻ്റെ സ്ക്രീൻ പ്ലേ അപ്പം അത് എല്ലാ പ്രേക്ഷകർക്കും എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം പ്രൊഡക്ഷൻ ക്വാളിറ്റി ഗംഭീരമാണെന്നുള്ളതാണ്. 3D അല്ല, അതാ പറഞ്ഞത്. പിന്നെ ടെക്നിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതെല്ലാം നല്ല രീതിയിലുണ്ട്. പിന്നെ മലയാള സിനിമകൾ വ്യത്യസ്ത ജോണറുകളിലുള്ള സിനിമകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. അപ്പം അത് എക്സ്പെരിമെൻ്റൽ സിനിമകളായിരുന്നാലും ഇങ്ങനത്തെ 3D ഉള്ള സിനിമയായിരുന്നാലും വ്യത്യസ്ത പ്രമേയം പോലത്തെ സിനിമകളായിരുന്നാലും ഇങ്ങനത്തെ വ്യത്യസ്ത സിനിമകൾ വരട്ടെ. പിന്നെ എനിക്ക് എവിടെയൊക്കെ നമുക്ക് ആ ഒരു മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ വൈബൊക്കെ കിട്ടുന്ന പോലെയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു നാടോടി കഥയാണ്. ഒരു പോർച്ചുഗീസ് ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു കുറെ കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു നാടോടി കഥയാണ്.